പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ജനുവരി 1-ാം തീയതിയാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല 2025 വർഷം ആശംസിക്കുന്നു. ഈ 2025 വർഷം ആരംഭിക്കുന്ന ഇന്ന് നാം തമ്മിൽ സംവദിക്കുന്നത് ഈ മഹാരഥനെ, അതായത് ഡോക്ടർ MS സ്വാമിനാഥൻ, അദ്ദേഹത്തിൻ്റെ എക്കോ ടെക്നോളജി ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പേരിട്ട അതിപ്രശസ്തമായ ഗ്രന്ഥം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നാം തമ്മിലുള്ള സംവദിക്കൽ തുടങ്ങുന്നത്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവായിരുന്നു. ഭക്ഷ്യ വിപ്ലവത്തിൻ്റെ പിതാവ് ആയിരുന്നു MS സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൊക്കെ അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് കാർഷിക മേഖലയുടെ, ഈ ഗ്രന്ഥം മുഴുവനും അതാണ് പറയുന്നത്. കാർഷിക മേഖലയെ എങ്ങനെ സമ്പുഷ്ടമാക്കാം, എങ്ങനെ കർഷകരെ, പ്രത്യേകിച്ചും പാവപ്പെട്ടവരെയും സ്ത്രീകളെയും എങ്ങനെ ജീവിതത്തിൽ സ്വയം പര്യാപ്തരാക്കാം, അവരുടെ വളർച്ച എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയിരുന്നത്. അങ്ങനെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ നോക്കിയ ചർച്ചകളിലും ഒക്കെ അദ്ദേഹം പറയുമായിരുന്ന, ആദ്യഘട്ടങ്ങളിൽ 1980കളിലും 90കളിലുമൊക്കെ അദ്ദേഹം പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ഥലമുണ്ടോ, കുറച്ച് ഒരു 10 സെൻറ്റോ ഒക്കെ സ്ഥലമുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു മുരിങ്ങ കൃഷി ചെയ്യണം. മുരിങ്ങയില, മുരിങ്ങക്കായ, അതോടൊപ്പം ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, 2023-24 വർഷത്തെ യുണൈറ്റഡ് നേഷൻസ് തന്നെ ചെറുധാന്യ വിപ്ലവ വർഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം ചെറുധാന്യങ്ങൾ അത്ര പ്രധാനമാണ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ. അതുപോലെ കഴിഞ്ഞ ബജറ്റിൽ 2023-24-25 ബജറ്റിൽ നിർമ്മല സീതാരാമനും ഈ ചെറുധാന്യ വിപ്ലവം തന്നെ ഇന്ത്യയിലും വേണം എന്ന് ബജറ്റിൽ ഉടനീളം പ്രഖ്യാപിച്ചിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നു. അതിലെന്തൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കി എന്ന് നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വലിയ കാര്യമായിട്ടൊന്നും നടപ്പിലായില്ല. കഴിഞ്ഞ വർഷം ഇലക്ഷൻ വർഷം കൂടിയായിരുന്നു. എല്ലാവരുടെ ശ്രദ്ധ ഇലക്ഷനിലായിരുന്നു. അത് കാരണം കൊണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളായി കിടക്കുന്നു എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കാൻ. പക്ഷേ കുറച്ചൊക്കെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് താനും. അപ്പം ഇപ്പം നമ്മൾ അതല്ല, ഞാൻ അതിനുവേണ്ടിയല്ല ആ ഗ്രന്ഥം നിങ്ങളെ കാണിച്ചത്. നമ്മുടെ ഭക്ഷ്യസുരക്ഷ എവിടെ എത്തി നിൽക്കുന്നു? ഈ സ്വാമിനാഥൻ തൻ്റെ ജീവിതകാലം മുഴുവനും ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാരഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിലും അദ്ദേഹത്തിന് പത്മവിഭൂഷണും ഒക്കെ കൊടുത്ത് നമ്മൾ ആദരിച്ചു. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഈ ഭക്ഷ്യസുരക്ഷ ഇവിടെ നിൽക്കുന്നു. കുറേയേറെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടോ, കുറേയേറെ ഫിഷ് വിൽപ്പന നടത്തിയത് കൊണ്ടോ, കുറേയേറെ മാംസം വിൽപ്പന നടത്തി അതെല്ലാം മനുഷ്യർ വാങ്ങി ഉപയോഗിച്ചത് കൊണ്ടോ മാത്രം ഭക്ഷ്യസുരക്ഷ സത്യമാകുമോ? ശരിക്ക് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ, അതായത് സ്വാമിനാഥൻ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ യുവത്വത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചിറങ്ങി ചെല്ലുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലാത്ത തരത്തിൽ വിഷമയമായ ആഹാരമാണ് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഏതാനും ഒരു 5-6 മാസം മുൻപാണ്, അല്ലെങ്കിൽ ഒരു 5-8 മാസം മുൻപാണ്, ഒരു പക്ഷേ കഴിഞ്ഞ വർഷമായിരിക്കാം, ഒരു മന്ത്രി തന്നെ പറഞ്ഞു, എന്തിനാ കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കൊണ്ടുവന്നു കൂടെ എന്ന്. ഈ അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ, അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ ഒക്കെ കാര്യം നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ പറയപ്പെട്ട വെജിറ്റബിൾസിൻ്റെ ഉൽപ്പാദനത്തിലാണെങ്കിലും, നെല്ലിൻ്റെയോ അരിയുടെയോ ഗോതമ്പിൻ്റെയോ ഒക്കെ ഉൽപ്പാദനത്തിലാണെങ്കിലും മിക്കവാറുമൊക്കെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. പക്ഷെ കേരളമാണ് ഈ പറയപ്പെട്ട ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനം. പക്ഷേ കേരളം മേടിക്കുമ്പോഴാണെങ്കിലോ
ഏത് സാധനം മേടിച്ചാലും ഒരു പടവലങ്ങയാകട്ടെ, ഇത്തിരി പയറാകട്ടെ, അല്ലെങ്കിൽ പാവയ്ക്കയാകട്ടെ, എന്ത് വാങ്ങിച്ചാലും അതിൽ ഒരു പുഴുക്കത്തോ ഒരു പാടോ ഒന്നും കണ്ടുകൂടാ. അപ്പൊ ഇതൊന്നും ഉണ്ടാകാതെ ഇതിനെ കൃഷി ചെയ്തെടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടം പോലെ കീടനാശിനികൾ സ്പ്രേ ചെയ്യും ഉൽപാദകര്. അപ്പം ഈ പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള കർഷകർ തന്നെ നമ്മുടെ മാധ്യമങ്ങളോട് പറയാറുണ്ട്, ഈ ഭാഗമൊക്കെ കേരളത്തിലേക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയാണ് വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നത്. അതൊക്കെ കൂടുതൽ പെസ്റ്റിസൈഡ്സ്, കാരണം ഇങ്ങനെ കീടം കടിച്ചതിൻ്റെ ഒന്നുമുള്ള തരത്തിലുള്ള ഇത് കണ്ടാൽ അവിടെ മേടിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചാണ് കൃഷി ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നത് മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഏതാനും ആഴ്ചകൾ മുൻപ് ഞാൻ കടപ്പുറത്ത്, തിരുവനന്തപുരം കടപ്പുറത്ത് ഒരു വലിയ വേളി ആ ഭാഗത്ത് ഒരു വനിതകളുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയുണ്ടായി. അങ്ങനെ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ആ വനിതകളുമായിട്ട് സംവദിച്ചപ്പോൾ. അതായത് ഞാനിങ്ങനെ അതായത് ഈ ചർച്ച വരേണ്ടി വന്നത്, ഞാൻ സംസാരമധ്യേ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഫിഷ് ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ വയ്യ. ഫോർമലിൻ അടിക്കാത്ത ഫിഷ് കേരളത്തിൽ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന്, ഞാൻ താമസിക്കുന്നത് അതാണ് തിരുവനന്തപുരം പാളയം വിപണിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ മണ്ണന്തലയാണ്. അപ്പോൾ ഈ മണ്ണന്തലയിൽ നിന്ന് പാളയം വരെ പോകും ഫിഷ് വാങ്ങാൻ. ഇതിനിടയ്ക്ക് ഒത്തിരി ചന്തകളുണ്ട് പിന്നെ ഫിഷ് കിട്ടുന്നത്, അവിടെ നിന്നൊന്നും വാങ്ങില്ല. എന്തിനാ ഈ പാളയം വരെ പോകുന്നത് എന്നറിയാമോ? അവിടെ മത്സ്യഫെഡിൻ്റെ വിപണന കേന്ദ്രമുണ്ട്, മത്സ്യഫെഡിൻ്റെ വിപണന കേന്ദ്രം. അപ്പം ഞങ്ങൾ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത് ഈ മറ്റെവിടെ നിന്ന് വാങ്ങിച്ചാലും ഫോർമലിനൊക്കെ ഒഴിച്ച ഫിഷാണ് കിട്ടുക. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ മേടിച്ച് അനുഭവമുണ്ട്. ഇത് മത്സ്യഫെഡിൻ്റെ ഫിഷ് ആകുമ്പോൾ അത് ഫോർമലിൻ ചേർത്ത ഫിഷ് ആയിരിക്കില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി, മത്സ്യഫെഡ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആണല്ലോ. അപ്പം അങ്ങനെ മത്സ്യഫെഡിൻ്റെ ഫിഷ് നേരെ കിട്ടാൻ വേണ്ടി പാളയം വരെ പോകും. അങ്ങനെ പോയാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ മത്സ്യഫെഡിൻ്റെ ഫിഷിലും ഫോർമലിൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് കാരണം കൊണ്ട് കൊഞ്ച് പോലെയുള്ള ഫിഷ് തിരുവനന്തപുരത്ത് ആരും വാങ്ങുകയില്ല. അതായത് കടപ്പുറത്തുള്ളവർക്കറിയാം ഏതേത് ഫിഷിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോർമലിൻ ചേർത്തിരിക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് അവരിപ്പോൾ കൊഞ്ച് വാങ്ങുക പോലുമില്ല. അതുപോലെ തന്നെ അയല, മത്തി ഇപ്പോൾ കിട്ടാനില്ല, കേരളത്തിൽ മത്തി തന്നെ കിട്ടാനില്ല. അത് തിരുവനന്തപുരത്ത് കിട്ടുന്നത് വളരെ ചെറിയ മത്തിയാണ്. പിന്നെ മത്തി എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ കൊണ്ടുവരുന്ന മത്തിയിലൊക്കെ ഫോർമലിൻ ആവശ്യത്തിലേറെ ചേർത്തിട്ടുണ്ട് എന്ന് അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏത് ഫിഷാണ് വിശ്വസിച്ച് വാങ്ങാവുന്നത്? അവർ പറഞ്ഞു മത്സ്യഫെഡിൻ്റെ ഫിഷ് പോലും ഇപ്പോൾ ഫോർമലിനും അങ്ങനെയുള്ളതൊക്കെ ചേർത്തതാണ് എന്നതുകൊണ്ട് ഫിഷ് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തന്നെ വളരെ ഭയന്ന് ഒക്കെയാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിടിഞ്ഞത്. കാരണം കേരളം ഇതെങ്ങോട്ടാണ്? 590 കിലോമീറ്റർ കടൽ തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് നെടുനീണ്ടു കിടക്കുന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കടൽ തീരമാണ്. ആ കടൽ തീരമാണ് തിന്ന് പിടിക്കുന്ന ഫിഷ് നമുക്ക് ഫോർമലിൻ കലർത്തിയേ ലഭിക്കുന്നുള്ളൂ എന്ന ഒരവസ്ഥ, അതിനെയാണ് ദുരവസ്ഥ. കുമാരനാശാൻ ഈ അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദുരവസ്ഥ എന്ന അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം പോലെ തന്നെ വേറൊരു ഖണ്ഡകാവ്യം ഇവിടുത്തെ ഈ നമ്മുടെ ഫിഷ് ലഭ്യതയെ പറ്റി തീർച്ചയായിട്ടും എഴുതുമായിരുന്നു. അത്ര സങ്കടകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ ഈ വനിതകളോട് ചോദിച്ചു, വനിതകൾ മാത്രമല്ല കേട്ടോ, അവരുടെ കൂടെ ചില നേതാക്കന്മാരായ, അതായത് അവരുടെ തന്നെ കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, അല്ലാത്ത ചില നേതൃനിരയിൽ നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെയധികം അവബോധമുള്ള പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കോർപ്പറേഷനിലൊക്കെ ഇതൊക്കെ ചേർത്ത് ഇങ്ങനെ മാരകമായ രീതിയിൽ വിഷമയമാക്കി ഫിഷ് കൊടുക്കുന്നതിനെതിരെ പ്രവർത്തിക്കാൻ കോർപ്പറേഷനിൽ
ഉണ്ടല്ലോ ഒരു വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. പക്ഷേ അവര് ഈ വ്യാപാരികളും ഇതൊക്കെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ ആക്കുന്നവരുമായിട്ട് നല്ല ധാരണയിലാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിന്റെ ബേസിസിൽ കാര്യങ്ങൾ അവർക്കിഷ്ടമുള്ളതുപോലെ നടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും അങ്ങനെ തന്നെയാണോ? ഈ കോർപ്പറേഷനിൽ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നവരുണ്ട്. അവര് ഈ പറയപ്പെട്ട കടപ്പുറത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഫിഷ് വ്യവസായവുമായി ബന്ധപ്പെട്ടവരും ഒക്കെ ആയിട്ട് കൈകോർത്താണ് ഈ കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല കേരളത്തിൽ നിന്ന് ഫിഷ് വേറെ എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ അവിടുത്തെ എല്ലാ ജനങ്ങളെയും ഇതുപോലെ ചതിച്ചുകൊണ്ടിരിക്കുന്നു, കൊന്നുകൊണ്ടിരിക്കുന്നു. ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കൊന്നുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ കേരളം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമായി ഈ അടുത്ത കാലത്ത് നിന്ന് ഏതാനും കാലങ്ങളായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. എൻ്റെ ഓർമ്മ, എന്നെ പുറകോട്ട് വലിക്കുകയാണ് എൻ്റെ ഓർമ്മകൾ. 1977 ഞാൻ വിവാഹിതയായി ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് താമസിക്കുന്നു. ഒരു വീട് വാടകയ്ക്കെടുത്ത്, സ്വന്തം വീടല്ല. അപ്പോൾ ആ വാടകയ്ക്കെടുത്ത് വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ 50 മത്തി, ഇത്ര നീളമുള്ള 50 മത്തി 2 രൂപയ്ക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെന്ത് നല്ല, അത്രയും മത്തി വെട്ടിക്കഴുകണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ പ്രാകും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്നും ജോലിക്കാരെ വരുത്തില്ല നമ്മൾ, കാരണം നമ്മുടെ ശമ്പളമൊക്കെ അന്ന് വളരെ കുറവാണ്. ആ കുറഞ്ഞ ശമ്പളം കൊണ്ട് നമുക്ക് പിന്നെ അന്നേപ്പം കഴിച്ചു പോയാൽ പോരാ, ഭാവിയിലേക്ക് സൂക്ഷിക്കണം. അതും കൂടി ഞാൻ ജനുവരി 1-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് കൈമാറുകയാണ്. അതായത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വേണം നമ്മൾ ചെലവഴിക്കാനായിട്ട്. അപ്പം നമുക്കൊരു വീട് വേണം, നമുക്ക് ഭാവിയിൽ ഒരു കാറ് വേണം, അല്ലെങ്കിൽ മറ്റെല്ലാ ഓരോരോ സൗകര്യങ്ങളുടെ പട്ടിക നമ്മുടെ മനസ്സിലുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മുടെ ശമ്പളവും വരുമാനവും ഒക്കെ നമ്മൾ ചെലവഴിക്കാനായിട്ട്. അപ്പോൾ കണക്ക് കൂട്ടി ചെലവഴിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ കണക്ക് കൂട്ടി ചെലവഴിക്കുമ്പോഴാണ് കേട്ടോ എല്ലാ ദിവസവും ജോലിക്കാരെ ഒന്നും വരുത്താൻ പറ്റില്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ വരുത്തുക, അത് മാത്രം. ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യുക. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ പറയപ്പെട്ടതുപോലെ 2 രൂപയ്ക്ക് 50 മത്തി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം തരം മത്തിയാണ്. അത് കറി വെച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ? അങ്ങനെയുള്ള മത്തി കിട്ടിയിരുന്നിടത്താണ് ഇപ്പോൾ, അതായത് മത്സ്യഫെഡിന്റെ സ്റ്റാളിൽ പോയി ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അയല, നിങ്ങൾ ഓർമ്മത്തോളൂ, ഞാനൊരു താരതമ്യത്തിന് പറയുക. അന്ന് കിട്ടുന്ന അയലയും ഇന്ന് കിട്ടുന്ന അയലയും തമ്മിലുള്ള ഒരു താരതമ്യം. അന്ന് കിട്ടുന്ന അയല സോഫ്റ്റ് ആയിരുന്നു. അതായത് കൊണ്ടുവന്ന് ഞങ്ങൾ പാളയം മാർക്കറ്റിന് വളരെ അടുത്ത ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നത്. വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഫിഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയലയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിക്കഴുകി പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാകും എന്ന ഭയം കൊണ്ട്. അയല അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ്. ഇപ്പോൾ കിട്ടുന്ന അയല, മത്സ്യഫെഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന അയല മത്സ്യഫെഡിൽ തന്നെ പോയി വാങ്ങിക്കുന്നത് വളരെ നല്ല അയല കിട്ടാനാണ്, സേഫ് ആയിട്ടുള്ള അയല. അങ്ങനെ 10 കിലോമീറ്റർ താണ്ടി മേടിച്ചുകൊണ്ട് വരുന്ന അയല വെട്ടിക്കഴുകണ്ട. ആ അയലയെടുത്ത് ഒരൊറ്റ അടി കൊടുത്താലുണ്ടല്ലോ ഏതവനെയും താഴെ വീഴിക്കുക, അത്ര സ്ട്രോങ്ങാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അവരോട് തന്നെ ഈ കടപ്പുറത്തെ മീറ്റിങ്ങിൽ അവരോട് തന്നെ ചോദിച്ചു, എന്താണ് അയല ഇത്ര സ്ട്രോങ് ആയിരിക്കണേ? അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചറെ, അത് ഫോർമലിൽ മുക്കി വെച്ചിരിക്കുന്ന സാധനം എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കും. ഇനി അത് വെട്ടിക്കഴുകി കറി വയ്ക്കാൻ തുടങ്ങുമ്പോൾ പോലും അതിൻ്റെ ആ കട്ടിക്ക് മാറ്റം വന്നിരിക്കില്ല. കാരണം അപ്പോഴും അതിനകത്ത് ഫോർമലിൻ ഉൾപ്പെട്ടിരിക്കുന്നു. ഫോർമലിനെ നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ടാലും വിനീഗർ വെള്ളത്തിലിട്ടാലും എന്തിലിട്ടാലും പൂർണ്ണമായിട്ടും പുറത്ത് കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറേശ്ശെ ഫോർമലിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് എനിക്ക് വലിയ അപകട ഭീതി, കേരളം ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അപകട ഭീതി മനസ്സിലായത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1-ാം തീയതി തന്നെ ഈ അപകട ഭീതി നിങ്ങൾക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്, പെസ്റ്റിസൈഡ്സ് അടിച്ച പച്ചക്കറികൾ, അരി ഒക്കെ,
തീർന്നില്ല, സുനാമി ഇറച്ചി, ഇവിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ച സുനാമി ഇറച്ചി ഇപ്പോഴും സുനാമി ഇറച്ചി തന്നെ ആയിരിക്കും. അന്ന് കുറച്ച് ഭക്ഷ്യസുരക്ഷാക്കാർ ഓടി നടന്ന് കുറെ പേരെയൊക്കെ പിടിച്ചു, അതൊക്കെ ശരിയാണ്. അതോടെ അതൊക്കെ നിലച്ചു. പിന്നെ അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ തുടങ്ങി കാണും. അതുപോലെയാണ് ഈ സുനാമി ഇറച്ചിക്ക് പകരം ഈ ഫോർമലിൻ ചേർന്ന ഫിഷ് ഇതും നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രായമായവർ, ഇപ്പൊ എന്നെ പോലുള്ളവരുടെ ജീവിതം ഇനി എങ്ങനെയായാലും സാരമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾ, നമ്മളുടെ മക്കളും മക്കളുടെ മക്കളും, അവരും ഈ പറയപ്പെട്ട വിഷവസ്തുക്കളാണ് ആഹാരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരം എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. നമുക്ക് ഇതിൽ നിന്നൊരു മുക്തി വേണം. ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടെങ്കിൽ ആ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെ അവർ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തി, പൂർണ്ണമായ മുക്തി കിട്ടുമെന്ന്. അതായത് വ്യാപാരികൾ അവരുടെ വ്യാപാര ലാഭ മോഹം മാത്രമുള്ളവരാണ്. രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഈ ലാഭ മോഹം കൊണ്ട് നടക്കുന്നവരിൽ നിന്ന് നക്കാപ്പീച്ച വാങ്ങി വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ വേണ്ടത് നമ്മളുടെ കാർഷിക മേഖലയെ കഴിവതും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. അതാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം തന്നെ, അതായത് സ്വാമിനാഥന്റെ ഗ്രന്ഥം തന്നെ ഉയർത്തി നിങ്ങളോട് കാണിച്ചത്. എക്കോ ടെക്നോളജി ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതവിടെ അപ്പൊ എക്കോ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് കാർഷിക, അതായത് പ്രകൃതിയുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൗഹൃദ സൃഷ്ടിക്കലാണ്. പ്രകൃതിയുമായിട്ട് എങ്ങനെയാ സൗഹൃദം സൃഷ്ടിക്കുക? പ്രകൃതിക്ക് അങ്ങോട്ട് കൊടുക്കുക, പ്രകൃതിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. എങ്ങനെയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്? അങ്ങോട്ട് കൊടുക്കേണ്ടത് അതിനെ പരിചരിക്കേണ്ടതുപോലെ പരിചരിക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കൃഷി അതിൽ ഇറക്കുക, ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നാം എടുക്കുക. അങ്ങനെയാണ് പരസ്പരം ഹൃദയം തുറന്ന് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതി നമ്മളെ സ്നേഹിക്കുകയും നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ, അതായത് ഈ നമ്മുടെ കടൽ തീരത്ത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 20,000 ഓർക്കണം. അതേ സമയത്ത് അല്ലാത്തടത്താണെങ്കിലോ 850 കൂടുതലാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് കൃഷിയെ താലോലിക്കുക, കൃഷിയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കറിയാം, തരിശിട്ടിരിക്കുന്ന ധാരാളം ഭൂമി കേരളത്തിലുണ്ട്. ആ തരിശിട്ടിരിക്കുന്ന ഭൂമി മുഴുവനും നിയമം കൊണ്ട് തന്നെ ഭൂമി തരിശിടാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ വരട്ടെ. അങ്ങനെ ഭൂമി തരിശിടാൻ പാടില്ല എന്നൊരു നിയമം വരിക. എന്നിട്ട് അതായത് ഇപ്പൊ ഉടമ തന്നെ കൃഷി ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കേണ്ട, ഉടമത്വം നഷ്ടപ്പെടാതെ, ഓണർഷിപ്പ് നഷ്ടപ്പെടാതെ ആർക്ക് വേണമെങ്കിലും ആ ഭൂമി കൃഷി ചെയ്യുവാനുള്ള, പാട്ടത്തിന് കൃഷി ചെയ്യുവാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ പാട്ടത്തിന് കൃഷി ചെയ്യുമ്പോൾ ആ പാട്ടക്കരാറ് അനുസരിച്ച് അവർക്ക്, ആ ഉടമയ്ക്ക് ഒരു വരുമാനവും ഉണ്ടാകുമല്ലോ. ഇതൊക്കെ ചൈനയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നമുക്കുള്ള ഭൂമി ഒരു കാരണവശാലും തരിച്ചിടാതെ അത് കൃഷി ചെയ്യുക. അത് നെൽകൃഷിയാകട്ടെ, അതല്ലെങ്കിൽ എന്താണ് പറയുക, കൂവരക് എന്ന് വെച്ചാൽ മുത്താറി, വയനാട് ജില്ലയിലൊക്കെ മുത്താറി എന്നാ അതിന് പറയാറ്. മുത്താറിയാകട്ടെ, അതുപോലെ തന്നെ ചാമയാകട്ടെ, അങ്ങനെ എന്തെല്ലാം ഈ ചെറുമണികൾ, ചെറുധാന്യ വിപ്ലവം. ചെറുധാന്യമാണ്, അതായത് ഒരുപാട് അരി ആഹാരം ആവശ്യമില്ല. അരി ആഹാരത്തിന്റെ തോത് കുറച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പം ചെറുധാന്യങ്ങളും കൂടി, ഒരു നേരം അരി ആഹാരമാണെങ്കിൽ ഒരു നേരം ചെറുധാന്യങ്ങളുടെ ആഹാരമാകട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ വരിക. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നമ്മൾ കഴിക്കുന്ന മാംസം അത് സുനാമി മാംസം അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷ്യസുരക്ഷക്കാർക്ക് കൈവിലങ്ങിടുക, അത് വേണ്ട രീതിയിൽ അവർ പരിശോധിക്കുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ നാം കഴിക്കുന്ന മത്സ്യം, അതുപോലെ തന്നെ ഒരു തരത്തിലും ഫോർമലിൻ പോലെയുള്ള അപകടകരമായ വിഷമയം ചേർന്നതല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ വാർഡിന്റെയും, ആ വാർഡിൽ നിന്ന് ജയിച്ചു പോയിരിക്കുന്നവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ
ഓരോന്നും വിചാരിച്ചാൽ അവരുടെ കീഴിൽ വിൽപ്പനയ്ക്ക് വെത്തുന്ന സാധനങ്ങളുടെ പരിശോധന നടക്കുന്നുണ്ടോ, അതിൽ വിഷമയം എത്രമാത്രമുണ്ട്, എത്ര സേഫാണ് അത് മനുഷ്യർ കഴിച്ചാൽ, ഈ തരത്തില് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇങ്ങനെ ഒരു മേൽനോട്ടം കേരളത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മുട്ടിന് തദ്ദേശ സ്വയംഭരണങ്ങളും അതിന്റെ അതായത് വാർഡ് മെമ്പേഴ്സ്, എന്താണ് കൗൺസിലേഴ്സ്, അങ്ങനെ ഇത്രയും പേർക്കൊക്കെ സർക്കാരിൽ നിന്ന് കുറേശ്ശെ ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഒരു കാര്യവുമില്ലാതെ ഇവർക്കൊക്കെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? നമ്മുടെ സ്വയം പര്യാപ്തതയല്ല, നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ, സ്വയം പര്യാപ്തത പോട്ടെ, സുരക്ഷയെ പറ്റി പോലും ആകുലചിത്തരല്ലാത്ത, അന്വേഷിക്കാൻ താല്പര്യമില്ലാത്ത ഇത്തരക്കാർ നമുക്കുണ്ടായിട്ട് എന്ത് പ്രയോജനം?